സർഗം കിച്ചണിൽ ഞാനുണ്ടാക്കുന്ന വിഭവം ഒരു നാടൻ ചിക്കൻ കറിയാണ്. ഇതിന് നമ്മൾ വീട്ടിലത്തെ കോഴിനെ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന കോഴിനെ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ തീരെ തന്നെ ഉപയോഗിക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല ഈ മുളക് പൊടി, മല്ലിപ്പൊടി ഇങ്ങനത്തെ മസാലക്കൂട്ടുകളൊന്നും തന്നെ മൂപ്പിക്കുകയോ ചൂടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് എൻ്റെ ഈ നാടൻ ചിക്കൻ കറി. ഇത് നമ്മുടെ കോഴിപ്പട ഏകദേശം ഒരു 2.5 കൊല്ലത്തെ പ്രായമുണ്ട്. ഒരു 2.5 കിലോന് മീതിയുണ്ട്. ഇതിനാണ് നമ്മളിന്ന് പാചകം ചെയ്യാൻ പോകുന്നത്. ഈ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള വിഭവങ്ങൾ നമുക്കിനി എന്താണെന്ന് നോക്കാം. ഇത് 2 കിലോ നമ്മുടെ സാധാരണ വീട്ടിൽ വളർത്തുന്ന കോഴിയുടെ ഇതാണ്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളതാണ്. ഇത് ഏകദേശം ഒരു 6 പേർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് 3 ചെറിയ സവാള അരിഞ്ഞത്, പിന്നെ ഒരു കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞത്, ചതക്കണ്ട ഇഞ്ചി ഏകദേശം അത്ര തന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞത്, വേപ്പില ആവശ്യത്തിന്, പച്ചമുളക് അരിഞ്ഞത് ഒരു 3 എണ്ണം, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ടീസ്പൂണാണ് നമുക്ക് ചേർക്കേണ്ടത്. മുളക് പൊടി ഒരു 3.5 ടീസ്പൂൺ നമുക്ക് ചേർക്കണം. ചിലർക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ എരിവ് കുറവ് ആവശ്യമുള്ളവർക്കാണെങ്കിൽ കുറവ് ചേർത്താൽ മതി. ഇത് മല്ലിപ്പൊടി 2.5 ടീസ്പൂൺ ചേർക്കാം. ഇത് മസാലപ്പൊടി, നമ്മൾ കറുവപ്പട്ട, ഏലക്കായ, പെരിഞ്ചീരകം, കസ്കസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് നമ്മൾ വീട്ടിൽ തന്നെ ചൂടാക്കി പൊടിപ്പിച്ച ഇതാണ്. ഇത് ഒരു 1.5 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നീടത് ഇതൊരു നാളികേരം പാലാണ്. ഒരു നാളികേരത്തിൻ്റെ പാലാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലും കൂട്ടി ചേർന്നിട്ടുള്ളതാണ്. പിന്നെ ഇത് കുരുമുളക് പൊടി. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് ഇറക്കുന്ന ടൈമിൽ, അതായത് വെന്ത് കഴിയുമ്പോൾ ആ സമയത്ത് ചേർക്കാൻ നിർബന്ധമില്ല കേട്ടോ. പിന്നെ വെള്ളം നമുക്ക് ആവശ്യത്തിന്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് വെക്കാനായിട്ട് വേണ്ടത്. നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാത്രം നമ്മൾ ചൂടാക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ കൂട്ടുകൾ ഒക്കെ കൂടി ഒരുമിച്ച് ചെയ്യുന്നതാണ് ഇതിൻ്റെ രീതി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തീ കത്തിക്കുന്നതിന് മുമ്പ് നാളികേരം പാല് മുഴുവനായിട്ട് ഈ പാത്രത്തിൽ ഒഴിക്കണം. പിന്നെ നമ്മൾ ഓരോന്നോരോന്ന് ഇതിലേക്ക് ഇടണം. ഏത് വേണമെങ്കിലും ഇട്ടാലും ഒന്നും കുഴപ്പമില്ല. സബോള മുഴുവനായിട്ട് ഇടണം, വെളുത്തുള്ളി എല്ലാം ഇടണം, ഇഞ്ചി, വേപ്പില, പച്ചമുളക്, പിന്നെ മസാലപ്പൊടി നമ്മൾ 1.5 ടീസ്പൂൺ, ചെറിയ ടീസ്പൂണാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർക്കാം. ചിലർക്ക് പിന്നെ ഈ മുളക് പൊടി എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. നമ്മൾ ഏകദേശം 3.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. 1, 3. മല്ലിപ്പൊടി നമ്മൾ ഒരു 2.5 ടീസ്പൂൺ ചേർക്കണം. 1. ഇനി ചേർക്കുന്നത് ഉപ്പ് നമ്മൾ ആവശ്യത്തിന്. ഉപ്പ് ഇത്തിരി മുമ്പേക്ക് നിൽക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ചിക്കൻ ഇടുന്നത് അരിക്കി പിടിക്കുമ്പോൾ അറിയും. പിന്നെ നമ്മൾ ഇത് ഇളക്കണം, നന്നായി ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഇതിൽ ഇപ്പോൾ നാളികേരം പാല് മാത്രമാണ് ഒഴിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ച് ചേർത്ത് ഇളക്കാം. കുറച്ച് വെള്ളം നമുക്ക് ആവശ്യത്തിന്. എങ്ങനെയാലും ഇത് നാടൻ കോഴിയായ കാരണം ഇത് കൂടുതൽ നേരം വേവേണ്ട കാരണം നമുക്ക് എങ്ങനെയും വീണ്ടും വെള്ളം ഒഴിക്കേണ്ടി വരും.
ഇതിപ്പോൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ തീ കത്തിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഇളക്കി ഒരുവിധം നന്നായി ജോയിൻ്റ് ആയിട്ട് എല്ലാം. ഇനി നമുക്ക് ഇതിനെ തീ കത്തിക്കാം. തീ ഇപ്പോൾ നന്നായി കത്തിക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിളയ്ക്കണം. നന്നായി തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇടാം. നമുക്ക് സമയത്ത് തിളയ്ക്കാനായിട്ട് ചിലപ്പോൾ ഒരു 10-12 മിനിറ്റ് പിടിക്കും തിളയ്ക്കാനായിട്ട്. നന്നായി തീ കത്തിനോട് കുഴപ്പമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തിളയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേഗം അതിലേക്ക് ചിക്കൻ ഇടാമെന്ന് മാത്രം. ഇതിപ്പോൾ നമ്മൾ ഇതിനെ ഉപയോഗിച്ചിരുന്ന കോഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴി തന്നെയാണ്. നമുക്ക് ഇതിപ്പോൾ ഒരു പെടക്കോഴിനെയാണ് നമ്മൾ ഉപയോഗിച്ചു പോണത്. അതായത് ഒരു 2-2.5 വയസ്സ് പ്രായമുള്ള കോഴിയാണ്. അതിന് ഇപ്പോൾ നെയ്യിൻ്റെ അംശമൊക്കെ ഉണ്ടായിരിക്കും. നെയ്യിൻ്റെ അംശം എന്ന് പറഞ്ഞാൽ നമുക്ക് അപകടമുള്ള നെയ്യല്ല. നമുക്ക് ശരീരത്തിന് പണ്ട് കാലത്തൊക്കെ മരുന്നുകൾക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഈ നാടൻ കോഴീനെ നമുക്ക് ടൗണുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ട് വില കൂടുതലാണെന്ന് മാത്രം. സാധാരണ കോഴിക്ക് 100 രൂപ ഉണ്ടെങ്കിൽ അതിന് 250 രൂപയൊക്കെ വാങ്ങിക്കും. അപ്പോൾ മെയിനായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നാടൻ കോഴി തന്നെ വാങ്ങിച്ചിട്ട് വയ്ക്കുകയാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ എന്നുള്ളതെന്ന് പറയുന്നത്. തിളച്ചു തുടങ്ങി ഏകദേശം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അടിയിൽ പിടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ മെയിനായിട്ടുള്ളത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഈ കൂട്ടാൻ്റെ ആർക്കും വയ്ക്കാവുന്ന ഒരു എളുപ്പമായിട്ടുള്ള ഒരു കൂട്ടാനാണ്. തിളക്കിൽ ഒരു വിധമായി ഇറങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് കോഴി കഷ്ണങ്ങൾ ഇടാം. ഇതിൽ കാണുന്നത് കണ്ട, ഈ കോഴിയുടെ നെയ്യാണിത്. ഈ നെയ്യ് നമുക്ക് യാതൊരു വക കുഴപ്പമൊന്നും ചെയ്യില്ല. നന്നായി ഇളക്കിയിട്ട് മൂടിയിടാം. ഇപ്പോൾ തീ സാധാരണ പോലെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കത്തിക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് കഴിയുമ്പോൾ തീ ഒരു മീഡിയം ലെവലിൽ മാത്രമേ നമ്മൾ കത്തിക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. ഇതിപ്പോൾ നാടൻ ചിക്കൻ ആയതുകൊണ്ട് നമ്മുടെ പ്രായം കൂടുതലുള്ള കോഴി ആയതുകൊണ്ട് നമുക്ക് ഇത് ഒരു 1.5 മണിക്കൂറെങ്കിലും വേണ്ടി വരും ഇത് വേവണമെങ്കിൽ. സാധാരണ നമ്മൾ ബ്രോയിലർ കോഴിക്കാണെങ്കിൽ ഒരു അരമണിക്കൂറിൽ താഴെ മതിയാകും. അതിൽ വെള്ളം പറ്റുന്നതിനനുസരിച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും. അത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ അത് മാത്രമല്ല, നന്നായി തിളച്ച് ചാറ് കുറി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ കുറച്ച് കൊടുക്കണം. തീ കുറച്ചിട്ട് ചെറിയ തീയിൽ മാത്രമാണ് വേവിക്കാൻ പാടുള്ളൂ. ഒരു കാര്യം നമ്മൾ എപ്പോഴും അതിൽ ശ്രദ്ധിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കാൻ മറക്കരുത്. മൂടിയിടാം. തീ ഇപ്പോൾ ഒക്കെ നന്നായി തീ കത്തിനോട് കുഴപ്പമില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഈ തിളയിൽ തന്നെ ഒരു അരമണിക്കൂർ നേരത്തോളം തിളയ്ക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് ഇപ്പോൾ ഈ കളറല്ല, സാധാരണ പോലെ നമ്മൾ നല്ല ഒരു ഡാർക്ക് കളറായിട്ട് മാറി വരും. ഇപ്പോൾ ഇത് ഇങ്ങനെയുടെ ഒരു അരമണിക്കൂർ കൊണ്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തീ കുറയ്ക്കുക. ഇപ്പോൾ ഇത് വെച്ചിട്ട് ഏകദേശം 3/4 മണിക്കൂറോളം അതിൻ്റെ നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കളറൊക്കെ കണ്ട നന്നായി മാറി, അതിൻ്റെ കോഴിയുടെ നെയ്യൊക്കെ ഇങ്ങനെ മുകളിലേക്ക് തെളിഞ്ഞ് കാണാൻ ശരിക്കും. ഈ വേവാൻ ഏകദേശം വെന്ത് തുടങ്ങിയിട്ട്, എന്നാലും ഒരു 10-20 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിയായ വേവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാം. വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി അങ്ങനെ തന്നെ എടുത്ത് ഇറക്കാൻ വേണ്ട, വേറെ കൂട്ടം കാച്ചാനോ അല്ലെങ്കിൽ വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം ഇതിൻ്റെ വേവായിട്ടുണ്ട്. അത് നോക്കാം. നമുക്ക്
ഓക്കെ ആയിട്ട് ഇനി നമുക്കത് ഇറക്കി തീ ഓഫ് ചെയ്ത് ഇറക്കി ഒരു ബൗളിലേക്ക് ആക്കാം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഭയങ്കര ടേസ്റ്റായിട്ടുള്ള നമ്മുടെ നാടൻ ചിക്കൻ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തി അല്ലെങ്കിൽ ചോറ എന്തിട്ടുണ്ട് പൊറോട്ട എന്തിൻ്റെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. എല്ലാവരും ഇത് പരീക്ഷിച്ചു നോക്കുക. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.